കൊലക്കേസ് പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ ഇന്നും കോടതിയിലെത്താതെ മുങ്ങി. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ ഇന്നും കോടതിയിൽ ഹാജരായില്ല. ജോലി തിരക്കുള്ളതിനാൽ മറ്റൊരു ദിവസം അനുവദിക്കണമെന്ന് പ്രതിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഈ കൊലക്കേസ് പ്രതിക്ക് നീ ചെറിയ പദവിയിലൊന്നും ഇരിക്കേണ്ട ആളല്ല, ഇമ്മണി വലിയ പദവിയിൽ ഇരിക്കേണ്ട ആളാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് പിണറായി സർക്കാർ ധനകാര്യ വകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയും ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുമായും സ്ഥാനക്കയറ്റം നൽകിയത്. ഇതോടെ കുറ്റപത്രം വായിക്കുന്നത് തിരുവനന്തപുരം 1-ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി മാറ്റിവെച്ചു. ഓഗസ്റ്റ് 16-ലേക്കാണ് കേസ് മാറ്റിയത്. സംഭവമുണ്ടായി 5 വർഷം പിന്നിട്ടെങ്കിലും കേസിൽ ഇതുവരെ വിചാരണ തുടങ്ങാനായിട്ടില്ല. നിലവിൽ ശ്രീറാം വെങ്കിട്ടരാമൻ മാത്രമാണ് പ്രതി. രണ്ടാം പ്രതിയായിരുന്ന വെങ്കിട്ടരാമന്റെ പെൺസുഹൃത്ത് വഫ ഫിറോസിനെ കോടതി കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ആ രാത്രി സഞ്ചാരത്തോടെ വഫയുടെ കുടുംബജീവിതത്തിനും ഏതാണ്ട് ഒരു തീരുമാനമായിരുന്നു. തനിക്കെതിരായ കുറ്റം ചുമത്തൽ സംബന്ധിച്ച വാദം ബോധിപ്പിക്കുവാൻ സമയം തേടിയതിനെ തുടർന്ന് ഈ വ്യാഴാഴ്ച വരെയാണ് ശ്രീറാമിന് കോടതി സമയം അനുവദിച്ചിരുന്നത്. കഴിഞ്ഞ ജൂൺ 6-ന് കേസ് പരിഗണിച്ചപ്പോഴാണ് വ്യാഴാഴ്ച ഹാജരായി വാദം ബോധിപ്പിക്കുവാൻ കോടതി ഉത്തരവിട്ടത്. ശ്രീറാം ഇത് 3-ാം തവണയാണ് വാദം ബോധിപ്പിക്കുവാൻ സമയം നീട്ടിച്ചോദിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 6-നും മാർച്ച് 30-നും 2023 ഡിസംബർ 11-നും കേസ് പരിഗണിച്ചപ്പോഴായിരുന്നു ഇവയെല്ലാം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KP അനിൽകുമാറാണ് ഈ കേസ് പരിഗണിക്കുന്നത്. കേസിൽ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് റിവിഷൻ ഹർജിയുമായി ചെന്ന ശ്രീറാമിന് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിലാണ് വിചാരണയ്ക്കായി കോടതി വിളിച്ചു വരുത്തുന്നത്. 2023 ഓഗസ്റ്റ് 25-ന് കേസിൽ വിചാരണ നേരിടണമെന്ന് ഉത്തരവിട്ട സുപ്രീം കോടതി ശ്രീറാം വെങ്കിട്ടരാമന്റെ റിവിഷൻ ഹർജി തള്ളിയിരുന്നു. നരഹത്യാ കേസ് നിലനിൽക്കില്ലെന്ന വാദം തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ ഇടപെടൽ. സമാന നിലപാട് നേരത്തെ ഹൈക്കോടതിയും സ്വീകരിച്ചിരുന്നു. കേസിൽ നരഹത്യ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ പുനഃസ്ഥാപിച്ച ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു ശ്രീറാം സുപ്രീം കോടതിയെ സമീപിച്ചത്. നരഹത്യാ കുറ്റം നിലനിൽക്കുമോ എന്നത് വിചാരണയിലാണ് വ്യക്തമാകേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ നിലപാട് ശരിവെച്ചത്. ഇതോടെയാണ് നരഹത്യാ കുറ്റത്തിന് വിചാരണ നേരിടുവാൻ സാഹചര്യം ഒരുങ്ങിയത്. നരഹത്യാ കുറ്റം ചുമത്താനുള്ള തെളിവില്ലെന്നതായിരുന്നു ശ്രീറാമിന്റെ പ്രധാന വാദം. കുറ്റപത്രത്തിലെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ തന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ അംശമില്ലെന്നും സാധാരണ മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരമുള്ള കേസ് മാത്രമാണിതെന്നുമുള്ള വാദമാണ് അദ്ദേഹം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉന്നയിച്ചത്. വേഗത്തിൽ വാഹനമോടിച്ചു എന്നതുകൊണ്ട് അത് നരഹത്യ കേസാവില്ലെന്നും ശ്രീറാം വാദിച്ചിരുന്നു. എന്നാൽ സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ തുടങ്ങിയവ പരിഗണിക്കുമ്പോൾ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടുന്നത് വിചാരണ ഘട്ടത്തിലാണെന്നും ഇത് വിചാരണ നടക്കേണ്ട കേസാണെന്നും നിരീക്ഷിച്ചു. 2019 ഓഗസ്റ്റ് 3-ന് പുലർച്ചെ 1 മണിക്ക് തിരുവനന്തപുരത്തെ മ്യൂസിയത്തിന് സമീപം വെച്ച് ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യപിച്ച് ലക്കുകെട്ട് വഫയുമൊത്ത് ഓടിച്ച കാറടിച്ചാണ് മാധ്യമപ്രവർത്തകൻ KM ബഷീർ ദാരുണമായി മരിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ വഫ ഫിറോസിന്റെ പേരുള്ളതായിരുന്നു KM ബഷീറിനെ ഇടിച്ച വാഹനം. വാഹനം ഓടിച്ചത് വഫ ഫിറോസ് ആണെന്ന് വരുത്തി തീർക്കുവാനായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമന്റെ ആദ്യ ശ്രമം. വണ്ടി ഓടിച്ചത് വഫയാണെന്ന് ആദ്യം പോലീസും പറഞ്ഞിരുന്നു. എന്നാൽ ദൃക്സാക്ഷികളും മാധ്യമപ്രവർത്തകരും ഇടപെട്ടതോടെ ശ്രീറാമിന്റെയും പോലീസിന്റെയും നീക്കം പൊളിയുകയായിരുന്നു. KM ബഷീറിനെ വണ്ടി ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ മ്യൂസിയം പോലീസ് സ്റ്റേഷന് സമീപമുള്ള പബ്ലിക് ഓഫീസ് സമുച്ചയത്തിന് മുന്നിലുള്ള അന്ന് തകർന്ന ആ ലൈറ്റ് പോസ്റ്റ് ഇന്നും അതേപടി അവിടെ തന്നെ കിടപ്പുണ്ട്. ശ്രീറാം വെങ്കിട്ടരാമനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ മദ്യപിച്ച് ലക്കുകെട്ട് കാല് പോലും ഉറയ്ക്കാത്ത അവസ്ഥയിലായിരുന്നു. അന്ന് ഞങ്ങൾ പകർത്തിയ ആ ദൃശ്യങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ പക്കലുണ്ട്. തുടക്കം മുതൽ ശ്രീറാമിനെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു നടന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രക്തപരിശോധന പോലും മനഃപൂർവ്വം വൈകിപ്പിച്ചത്. കേസിൽ നിന്നും രക്ഷപ്പെടുവാൻ റിട്രോഗ്രേഡഡ് അമ്നേഷ്യ ഉണ്ടെന്ന് ഡോക്ടർമാരെ കൊണ്ട് റിപ്പോർട്ടുണ്ടാക്കിയ ഈ രോഗിക്കാണ്, ഈ കൊലക്കേസ് പ്രതിയാണ് സകല മാനദണ്ഡങ്ങളും മറികടന്ന് നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് പിണറായി വിജയൻ ഉന്നത പദവികൾ കൊടുത്ത് തിരിച്ചെടുത്തത്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ മരണത്തിനിടയാക്കിയ മദ്യപിച്ച് വാഹനമോടിച്ച കേസിൽ വിചാരണ നേരിടുന്ന കൊലക്കേസിലെ 1-ാം പ്രതിയെയാണ് ഇക്കഴിഞ്ഞ ഉദ്യോഗസ്ഥതല പുനഃസംഘടനയിൽ ധനകാര്യ വകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയും ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുമായി പിണറായി നിയമിച്ചത്. നേരത്തെ സപ്ലൈകോ ചെയർമാനായും MD-യായും പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല
പിണറായിയുടെ വ്യാജ വാർത്താ പരിശോധനാ സമിതിയിൽ മുഖ്യസ്ഥാനത്തായിരുന്നു ഈ കൊലക്കേസ് പ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമൻ. നാളെ ഇവനൊക്കെ ആയിരിക്കാം ഈ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ഒക്കെ ആവുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.